Prince of Hastinapur എന്നാണ് ആ ട്വീറ്റ് ഹാൻഡിലിൻ്റെ പേര്. I had no idea that Advocate George Kurian has been associated with Kerala BJP for 40 years. From the time when there was not even a distant chance of any BJP government at the center or a BJP government in the state. Truly an amazing journey, and now after all these years of dedication, he is rightfully rewarded with a ministry at the central government. ഇദ്ദേഹം 40 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ചിത്രം 2020 ഏപ്രിലാണ് അങ്ങ് പോസ്റ്റ് ചെയ്തതാണ്. BJP സ്ഥാപക ദിനം, BJP at 40. ഞാൻ BJP കാരനായിട്ട് 40 വർഷം. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒറ്റ ട്വീറ്റിൽ തന്നെയുണ്ട്. എങ്ങനെ BJP യിൽ അങ്ങയുടെ ഒരു പശ്ചാത്തലം സോഷ്യലിസ്റ്റാണ്, എങ്ങനെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങി ആ യാത്രയുടെ തുടക്കം? അല്ല, JP മൂവ്മെൻറ്റിലൂടെയാണ് ഞാൻ, അതായത് വളരെ ചെറുപ്പത്തിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അന്നത്തെ ഹൈസ്കൂളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ കോളേജ് രാഷ്ട്രീയത്തെ കഴിഞ്ഞ് സീരിയസ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ആത്മാർത്ഥതയുണ്ടായിരുന്നു. അപ്പോൾ അതറിയാം, ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കന്മാരും ആ സമയത്ത് 12 വയസ്സിലും 13 വയസ്സിലും വന്നിട്ടുള്ളവരാണ്. ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെയാണ് JP മൂവ്മെൻറ്റുമായിട്ട് എടുക്കുന്നത്. കാരണം അടിയന്തരാവസ്ഥ ആ കാലഘട്ടത്തിലാണ് എടുക്കുന്നത്. അതിനുശേഷം ജനതാ പാർട്ടി രൂപീകരിക്കുന്നു. ജനതാ പാർട്ടിയിൽ ഞാൻ മാന്നാനം KE കോളേജിൽ വിദ്യാർത്ഥി ജനതയിൽ ചേരുന്നു. ജനതാ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ മുഖ്യമായിട്ടും സോഷ്യലിസ്റ്റുകളും സംഘടനാ കോൺഗ്രസും അതുപോലെ ജനസംഘക്കാരുമായിരുന്നു. അതിൽ ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് ജനസംഘക്കാരനായിരുന്നു, ഓമനക്കുട്ടൻ പോലെ. അദ്ദേഹവുമായിട്ട് അടുപ്പത്തിലായി. അപ്പോൾ അദ്ദേഹം ഒരു ശിക്ഷകാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ആരെയാണ് ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യകാലത്ത് പറഞ്ഞപ്പോൾ. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സംഘപരിവാർ എന്താണെന്നും അതിൻ്റെ പരിവാർ സങ്കല്പം എന്താണെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ ആ ജനസംഘം ഗ്രൂപ്പുമായിട്ട് അടുത്തു. അതിനു മുമ്പ് ഞാൻ ഈ സ്കൂളിൽ JPയുടെ ആളായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. വളരെ ശക്തനായിട്ടുള്ള ആവേശത്തോടുകൂടി പറയുമായിരുന്നു. അപ്പോൾ ചിലരെന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന്. അതെനിക്കത് ആരാണെന്ന് എനിക്ക് ഐഡൻറ്റിറ്റി ചെറുപ്പമല്ലേ, ഒരു പക്ഷേ RSS പ്രവർത്തകരായിരിക്കണം. അവർ വന്നിട്ട് ചില നോട്ടീസൊക്കെ തന്നിട്ട് പോകുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ പല കാര്യങ്ങളും പറയുന്നത്. പിന്നീടാണ് മനസ്സിലായത് അത് ഈ ഒളിപ്രവർത്തനമാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാനത് ആര് തന്നെന്നോ ആ നോട്ടീസ് ആരും കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവർ കാണിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ JP മൂവ്മെൻറ്റിനെ പറ്റി. ഒരുപക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അവർ RSS പ്രവർത്തകരായിരുന്നിരിക്കണം. പിന്നെ എങ്ങനെയായാലും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ജനസംഘം ഗ്രൂപ്പിലായി. അങ്ങനെ സ്വാഭാവികമായിട്ട് 1980 ഏപ്രിൽ മാസം 6-ാം തീയതി BJPക്കാരനായി. അങ്ങനെ തുടർച്ചയായിട്ടുള്ള നാട്ടകം, അതായത് കോട്ടയത്തെ ഗവൺമെൻറ് കോളേജിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു യൂണിറ്റ്. അന്ന് ഭാരതീയ വിദ്യാർത്ഥി ജനത എന്നാണ്, കേരള വിദ്യാർത്ഥി ജനതയെന്ന് മാറിയിട്ട് ഭാരതീയ വിദ്യാർത്ഥി ജനത. അപ്പോൾ കേരള വിദ്യാർത്ഥി ജനത SFI ആയിട്ട് ചേർന്നിട്ടായിരുന്നു. ഭാരതീയ വിദ്യാർത്ഥി ജനത വന്നപ്പം അവരുമായിട്ട് എതിരായി. കാരണം ആശയപരമായിട്ടുള്ള പ്രശ്നമായി. അവിടെ പ്രവർത്തിച്ചു. അവിടെ അവസാനം നമ്മുടെ ചെയർമാൻ സ്ഥാനാർത്ഥി 6 വോട്ടിനാണ് തോറ്റത് ആ കോളേജ്. വിദ്യാർത്ഥി മോർച്ചയുടെ ഭാരതീയ വിദ്യാർത്ഥി ജനത എന്ന് പറയുന്ന 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിദ്യാർത്ഥി മോർച്ചയായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരുന്ന അവസാന വർഷത്തിൽ ഇന്ത്യയുടൻ എന്ന് പറയുന്ന നമ്മുടെ നേതാവ് 6 വോട്ടിനാണ് അവിടെ തോറ്റത്. ആ രീതിയിലേക്ക് ആ സംഘടന അവിടെ വളർന്നു. ഞങ്ങൾ 3-4 പേര് തുടങ്ങിയ ഒരു സംഘടനയാണ്. അതിനുശേഷം ഞാൻ ആ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജില്ലാ തലത്തിലേക്കും പിന്നെ അങ്ങനെ ജില്ലാ പ്രസിഡൻ്റായി. യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്. അങ്ങനെ പിന്നെ യുവമോർച്ചയുടെ സ്റ്റെപ്പിലേക്ക് പോയി ഓൾ ഇന്ത്യ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്. ആ രീതിയിലേക്ക് ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ് രാജേട്ടൻ്റെ കൂടെ OST ആകുന്നത്. രണ്ടും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു, രണ്ടും വഹിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ തുടർന്നു പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായി. കേരളത്തിൽ വന്നിട്ട് വക്താവായി. ഒരു വക്താവേ അന്നുണ്ടായിരുന്നുള്ളൂ, V മുരളീധരൻ ആദ്യം പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം വീണ്ടും നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായി BJPയുടെ. പിന്നെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായി. അത് കുമ്മനത്തിൻ്റെ സമയത്താണ്. അപ്പോഴാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിട്ട് പോകുന്നു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ പാർട്ടി രാജിവെക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് ജനറൽ സെക്രട്ടറിയായി.